മികച്ച നടിക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് പേരാമ്പ്രയിലൂടെ കോഴിക്കോട് ജില്ലക്ക് സ്വന്തമായിരിക്കുന്നു. രജിഷ വിജയൻ എന്ന പേരാമ്പ്ര ചാലിക്കര സ്വദേശിനി അഭിമാനത്താരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അനുരാഗ കരിക്കിൻവെള്ളം എന്ന ചിത്രത്തിലെ മിന്നുന്ന പ്രകടനമാണ് രജിഷയെ അവാർഡ് നേട്ടത്തിലെത്തിച്ചത്. അവാർഡ് വിശേഷങ്ങളും സന്തോഷവും പങ്കുവെക്കുവാൻ രജിഷ വിജയൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രജിഷ, ആദ്യം തന്നെ മലബാർ ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും സന്തോഷം നൽകുന്ന ഒരു അവാർഡ് ലഭിക്കുമെന്ന്? എന്ത് പറയുന്നു? ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെ അവിടെ സംഭവിക്കുന്നതെന്നോ ലിസ്റ്റിൽ പേരുണ്ടെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ അതിനെ വലിയ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. ബിക്കോസ് എനിക്ക് അവരും ആദ്യത്തെ ഒരു തുടക്കം ഒരു സിനിമ അത്രമാത്രമൊക്കെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്നത്ര ചെയ്യാന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഒരു അവാർഡിന് വേണ്ടി ചെയ്യോ ആ ഒരു രീതിയിലൊന്നും സപ്പോർട്ട് പോലും കണ്ടിട്ടില്ല. കിട്ടിയപ്പം എന്താ പറയാ പറഞ്ഞറിയിക്കാൻ അത്ര സന്തോഷവും അതിനേക്കാൾ ഉപരി എന്താ പറയാ വലിയൊരു മോട്ടിവേഷനുമാണ്. രജിഷ, ഏതൊരു സിനിമാ താരത്തിനും അഭിമാനിക്കാൻ വക നൽകുന്നത് സ്വന്തം കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുമ്പോഴാണ്. അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ എലിസബത്ത് എന്ന കഥാപാത്രത്തെ മലയാളി പ്രേക്ഷകർ വാത്സല്യപൂർവ്വം ചുരുക്കി എലി എന്ന ഓമന പേരിട്ടാണ് വിളിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ആ ഒരു സ്നേഹത്തോട്, പ്രേക്ഷകരുടെ വാത്സല്യത്തോട്? അയ്യോ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അതായത് എന്റെ പേര് രജിസ്റ്റർ ആവേണ്ടത് എന്റെ കഥാപാത്രത്തിന്റെ പേര് രജിസ്റ്റർ ആവുക, എന്നെ സന്തോഷത്തോടെ ആ കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലിയൊരു അംഗീകാരം എനിക്ക് തോന്നില്ല ഒരു ആർട്ടിസ്റ്റിന് ലഭിക്കുന്നത്. അതിനർത്ഥം അവർക്ക് ആ കഥാപാത്രത്തെ അത്രമാത്രം മനസ്സിലാക്കാൻ സാധിച്ചു, അതുമായിട്ട് അത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിൽ ഏറ്റവും വലിയ വിജയം. നമ്മൾ അഭിനയിക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആ കഥാപാത്രത്തെ മനസ്സിലാവണം, അതുമായിട്ട് കണക്ട് ആവണം, ആ കഥാപാത്രത്തെ ഇഷ്ടമാവണം, അവർ ഉൾക്കൊള്ളുന്ന അവര് ഗോ ത്രൂ ചെയ്യുന്ന ഇമോഷൻസ് പ്രേക്ഷകർക്കും അത് ഗോ ത്രൂ ചെയ്യണം എന്നതാണ് നമ്മളുടെ ഒരു എയിം ഉണ്ടാവുക അഭിനയിക്കുമ്പം. അത് സഫലീകരിച്ചു, അത് സാധിച്ചു എന്നതാണ് എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ഇനി എലീനെ വിളിക്കുമ്പം സത്യം പറയാൻ രജിഷാന്ന് വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ക്യാരക്ടറിനെ അത്രയും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെ നമ്മളൊരു ക്യാരക്ടറായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞിട്ട് അവരുടെ വേറെ വർക്ക് കാണുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ക്യാരക്ടർ വെച്ച് അവരെ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് അടുത്ത സിനിമ വളരെ വ്യത്യസ്തമായിരിക്കും, അതിന്റെ കഥാപാത്രം വളരെ വ്യത്യസ്തമായിരിക്കും, അത് വേറൊരു കഥ പറച്ചിലാണ്. അപ്പം ഇനി വരരുത്, അത് അടുത്ത കഥാപാത്രത്തെ ഇപ്പം മെർലിനായിട്ട് തന്നെ കാണണം എന്നുള്ളത് മാത്രമാണ്. രജിഷ വിജയൻ ഏതൊരു അവാർഡും ആഹ്ലാദം നൽകുന്നതാണ്, ഒപ്പം തന്നെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് രണ്ടുമല്ലാതെ മറ്റേതെങ്കിലും ആംഗിളിൽ ഈ അവാർഡ് ലബ്ധിയെ നോക്കി കാണുന്നുണ്ടോ? അവാർഡ് നേട്ടത്തിലെത്തിയ സ്ഥിതിക്ക് കൂടുതൽ സെലക്റ്റീവ് ആകുമോ? കരിയറിനെ എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഞാനതൊരു മോട്ടിവേഷൻ ആയിട്ടാണ് കാണുന്നത്. ഞാനിപ്പോ അതൊരു ഉത്തരവാദിത്വം അങ്ങനെ കാണാൻ പോയാൽ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒറ്റ സിനിമ ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ. വളരെ പുതിയതാണ് എനിക്ക് സിനിമ എന്ന് പറയുന്നത്, അഭിനയം എന്ന് പറയുന്ന കാര്യങ്ങളും. അപ്പൊ ഞാൻ അത് അത്രയും വലിയൊരു സംഭവമായിട്ട് കണ്ടു പേടിച്ച് ചിലപ്പോൾ എനിക്ക് അടുത്ത് ചെയ്യാൻ പേടിയായി പോകും. സോ അതിനേക്കാൾ കൂടുതൽ ഞാനൊരു മോട്ടിവേഷൻ ആയിട്ടാണ് കാണുന്നത്. അതായത് ഓക്കെ ഇങ്ങനെ ചെയ്ത് മോളെ നിനക്ക് ഇത് തന്നു, സോ ദാറ്റ് മീൻസ് ദാറ്റ് നിന്നെക്കൊണ്ട് പറ്റും. അപ്പൊ ഇനി വരുന്ന കഥാപാത്രങ്ങളും നിന്റെ കഴിവിന്റെ പരമാവധി നീ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇപ്പം ആലോചിക്കുന്നത്. ഏറ്റവും അവസാനമായി രജിഷ, പേരാമ്പ്ര എന്ന ഗ്രാമം മാത്രമല്ല കോഴിക്കോട് ജില്ലയും മൊത്തം അഭിമാനിക്കുന്നു. രജിഷയുടെ ഈ നേട്ടം വഴി എന്താണ് സ്വന്തം നാട്ടുകാരോട് മലബാർ വാർത്തകൾ വഴി പറയാനുള്ളത്? അയ്യോ, ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറഞ്ഞു ഒരു പ്രൗഡ് മലബാറിയാണ്. കാരണം കോഴിക്കോടാണ് ജനിച്ചത്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സ്നേഹവും നമുക്ക് നമ്മുടെ നാടായിരിക്കും, എസ്പെഷ്യലി ഒബ്വിയസ്ലി നമ്മുടെ വീടായിരിക്കും. അപ്പം കോഴിക്കോട് പേരാമ്പ്ര വരുമ്പം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന സ്ഥലവും. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ആരും എന്നെ അങ്ങനെ നടിയായിട്ടൊന്നുമില്ല കാണുന്നത്. എല്ലാവർക്കും ഞാൻ അവരുടെ മോൾ, അവരുടെ കൊച്ചുമകൾ അങ്ങനെ തന്നെയാണ്. അപ്പം അത്രയും സ്നേഹം ലഭിക്കുമ്പോൾ പിന്നെ എന്താ പറയാ, നമ്മൾ കാരണം ഒരു നാട് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ നാടിന് ഒരു എന്താ പറയാ പ്രൗഡ് ഫീൽ വരുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമില്ല. അങ്ങനെ അധികം ആർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ഇത്. അപ്പം രജിഷ വിജയൻ, വളരെ നന്ദി. അവാർഡ് ആശംസകളുടെയും ഷൂട്ടിംഗ് തിരക്കിനിടയിലും വിശേഷങ്ങൾ പങ്കുവച്ചതിന്, പ്രതികരണങ്ങൾ അറിയിച്ചതിന്. ഒരുപാട് നേട്ടങ്ങൾ ഇനിയും കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇടവേള.